ഹലോ, എല്ലാവർക്കും അമ്മമാസ് കിച്ചൻ്റെ വക ഒരു അടിപൊളി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം. സോ ദിസ് ഈസ് യു ഹന്ന അമീർ വെൽക്കമിങ് യു ഓൾ ടു ദി യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നല്ല അടിപൊളി മുന്തിരി വൈനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മുന്തിരി വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മുന്തിരി ചീത്തയാവാൻ പാടില്ലല്ലോ. ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു ക്വിക്ക് റെസിപ്പി, ഒരു 3 ദിവസം കെട്ടി വെച്ചിട്ട് വൈൻ പൊട്ടിക്കുന്ന പോലെയുള്ള ഒരു ക്വിക്ക് റെസിപ്പി ആയിരുന്നു. പിന്നീട് വിചാരിച്ചു വേണ്ട, നമുക്കൊരു 14 ഡേയ്സ് കെട്ടി വയ്ക്കാം എന്നുള്ളത്. അപ്പോൾ ക്രിസ്മസിന് ആഘോഷപൂർവ്വം വൈൻ കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്തു. ഒരിത്തിരി പോലും വെള്ളമില്ലാണ്ട് ഉണക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് അത് ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ, ഉടച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഒരു പിടി ഗോതമ്പ്, ഒരു 6-7 ഏലക്കല്ല, അത് ഗ്രാമ്പു ആണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, പഞ്ചസാര, പിന്നെ ഈസ്റ്റ്. പിന്നെ പഞ്ചസാര ഈ മുന്തിരി കുറേ നാൾ ഇരിക്കുന്ന സമയത്ത് കുറേ അങ്ങ് പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഉടച്ചു കൊടുത്തിട്ടുള്ള മുന്തിരിനെയൊക്കെ 2 ജാറിലാക്കി. നമുക്ക് ഒറ്റ വലിയ കുപ്പിയിലാക്കിയാൽ മതിയായിരുന്നു, പക്ഷേ കുപ്പിയുടെ ക്ഷാമം മൂലം നമുക്ക് 2 കുപ്പിയാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ചതച്ചതാണ്, ഒന്ന് ചതച്ചിട്ടാണ് ഇട്ടത്. ഒപ്പം കുട്ടി കുപ്പിയിലേക്ക് 2 ഏലക്ക എന്നല്ല, 2 ഗ്രാമ്പും വലിയ കുപ്പിയിലേക്ക്, ഇന്ന് കംപ്ലീറ്റ് മിസ്റ്റേക്കാണ് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ വലിയ കുപ്പിയിലേക്ക് 4 ഗ്രാമ്പുവും ചേർത്തു. പിന്നെ 2 ബോട്ടിലിലേക്കും ഗോതമ്പ് ആഡ് ചെയ്തേ. അതിനുശേഷം ഞാൻ എവിടെയും തെറിക്കാതിരിക്കാൻ ഒരു കരണ്ടിയൊക്കെ എടുത്ത് പഞ്ചസാര ഇടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആകെ പാളിപ്പോയി സുഹൃത്തുക്കളെ, മൊത്തം അങ്ങ് എല്ലായിടത്തും കൊട്ടി ഇതായപ്പോൾ ഞാൻ അമ്മനെ വിളിച്ചിട്ട്, അമ്മ ഇതൊന്ന് പഞ്ചസാര കുപ്പിയിലേക്ക് ആക്കൂ എന്ന് പറഞ്ഞു. അമ്മ ആക്കി. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് എല്ലാവരുടെയും ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ്, ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും എല്ലാ ക്രിസ്മസിനും, എല്ലാവരല്ല, പൊതുവെ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വൈൻ ഉണ്ടാക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് വളരെ ക്ലീനായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കെട്ടി പൂട്ടി ഒരു 14 ഡേയ്സ് വെച്ചു കേട്ടോ. 14 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഒരു ദുഃഖവാർത്ത ആയി. അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു 4 ഇങ്ങനെ ചിന്താവിഷ്ടയായിട്ടിരിക്കുന്ന 4 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ 4 എണ്ണത്തിൽ 2 എണ്ണം പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ. ആകെ വിഷമായി. പിന്നെ അമ്മ പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം, നീ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 14 ഡേയ്സ് നമ്മൾ കെട്ടിവെച്ചു. ഡെയിലി മരത്തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു, ഓരോ ദിവസവും ഒരേ സമയത്ത് തന്നെ. അപ്പോൾ മുന്തിരി ഒന്നും കേട് വന്നിട്ടില്ല, വൈനൊന്നും കേട് വരാതെ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ പബ്ലിഷ് ആവുന്നത്. എങ്ങാനും കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുക പോലും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നമുക്കിത് വൃത്തിക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ നമ്മളൊരു വൈറ്റ് തുണി വെച്ച് കെട്ടി അതിലൂടെയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വലിയ ബോട്ടിലിൽ തന്നെ അരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് വലിയ ബോട്ടിലത്തെ വൈന് നമ്മൾ ഒഴിച്ച് അരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇത് ഇത്രയും സക്സസ്ഫുള്ളി കിട്ടും എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കേടുവരാണ്ടൊക്കെ കിട്ടിയപ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. മുന്തിരി, ഗ്രാമ്പു, ഇഞ്ചി, പഞ്ചസാര, ഈസ്റ്റ്, ഗോതമ്പ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഈ 14 ഡേയ്സ് കെട്ടി വെച്ചത്. പിന്നെ ഈ ഔഷധശാലയിലൊക്കെ ഈ വൈൻ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ മേടിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് പരീക്ഷിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് വളരെ നന്നായി വന്നു. അതുകൊണ്ട് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ് ഇത്. ആക്ച്വലി 14 ഡേയ്സ് കെട്ടിവെച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് വീര്യം കുറഞ്ഞ മുന്തിരിച്ചാറ് മതിയെങ്കിൽ നിങ്ങൾക്ക് 3 ഡേയ്സ് കെട്ടിവെച്ചാലും മതി. ഈ റെസിപ്പി ഫോളോ ചെയ്താലും ഒരു അടിപൊളി മുന്തിരിച്ചാറ് നിങ്ങൾക്ക് കിട്ടും. മുന്തിരിച്ചാറല്ല, വൈന് കിട്ടും.
ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ മരത്തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെയാണ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു, നമ്മൾ അതിനെ ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നു, എന്നിട്ട് വീഡിയോ എടുക്കാനുള്ള 4 ഷോട്ട്സ് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഈ വൈന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ക്രിസ്മസിന് ശരിക്കും ഒരു 2 ദിവസമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു ക്വിക്കായിട്ടുള്ളൊരു വൈൻ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ശരിക്കും ഞാനൊരു കേക്കും കൂടെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ മൂലം ഉണ്ടാക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വൈന് മാത്രം വെച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു കുപ്പി ഉണ്ടായിരുന്നു, ഗ്ലാസിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറയട്ടെ, ഈ ഒഴിക്കൽ ശ്രമം വൻ പരാജയമായിരുന്നു കേട്ടോ. കാരണം എല്ലായിടത്തും കൊട്ടിപ്പോയി. ഒരു ഫണലൊക്കെ വെച്ചിട്ട് വേണമായിരുന്നു ഒഴിക്കാനായിട്ട്. പക്ഷേ ഫണലിൻ്റെ ലഭ്യത കുറവ് മൂലം ഞാൻ എൻ്റെ കോൺഫിഡൻസിൽ ഒഴിക്കാൻ ശ്രമിച്ചതാണ്. എല്ലായിടത്തും കൊട്ടിപ്പോയി, ആകെ ഇടങ്ങേറായി. പിന്നെ മമ്മിയെ വിളിച്ചിട്ട് വന്ന് അമ്മയാണ് അതൊക്കെ ഒഴിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി വൈനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് 3 ദിവസത്തിൽ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ബൈ.